കൂലി ഡയറക്ടഡ് ബൈ ലോകേഷ് കനകരാജ്. നല്ല ഊമ്പിയ പടം. എന്തെന്ന റൈറ്റിംഗ് ഒക്കെ പോട്ടെ, എല്ലതും പോട്ടെ, പെർഫോമൻസ് പോട്ടെ, എന്താ പറയുക, അതിൻ്റെ സ്ക്രീൻ പ്ലേ മറ്റേ മറിച്ചൊക്കെ പോട്ടെ. ഇത് എന്തെന്നാ എഴുതി വെച്ചിരിക്കുന്നത്, ഒരു പൂർണ്ണത ഇല്ല, അതെവിടെ എത്താത്തൊരു കഥ. അതിൽ കുറേ മൊണ്ണ കഥാപാത്രങ്ങളും, അതിൽ ഏറ്റവും മൊണ്ണകളിൽ മൊണ്ണയാണ് ആമിർ ഖാൻ. ഞാൻ ആമിർ ഖാനിലേക്ക് ചെയ്യാൻ വരാം. ഇതിൽ പടം, ഞാനൊരു കാര്യം പറയാം, ഇതിൽ ശ്രുതി ഹാസൻ നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഒന്നാമത് ശ്രുതി ഹാസൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു നടിയാണ്. ഇതിന് മുന്നേ ധനുഷിൻ്റെ ഒക്കെ അഭിനയിച്ചിരുന്ന ടൈമിലൊക്കെ കിട്ടുമായിരുന്നു ശ്രുതി ഹാസനെ. പക്ഷെ എടുത്ത് വരുന്ന കഥാപാത്രങ്ങൾ വളരെ മോശമായിരുന്നു. അങ്ങനത്തെ ഒരു കഥാപാത്രമല്ലാത്ത നല്ല രീതിയിൽ ആ ഇമോഷണൽ സീൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ നാഗാർജുന നല്ല സ്റ്റൈലായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്കും തോന്നിയത്. പക്ഷെ മൂപ്പർക്കൊക്കെ നല്ല ക്രിറ്റിസിസം വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു ക്യാരക്ടറും ആ ഒരു പെർഫോമൻസും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നാഗാർജുന ചെയ്തുകൊണ്ട്. പിന്നെ സൗബിനി എടുത്താൽ പൊന്താത്ത ക്യാരക്ടറാണത്. സൗബിനെ കൊണ്ട് പറ്റൂല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഈ ഒരു ക്യാരക്ടർ ഇതിൽ സൗബിനി ചെയ്തത് തീരെ ശരിയായിട്ടില്ല. ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ ആരുമല്ല, പക്ഷെ ആ ഒരു ക്യാരക്ടർ ചെയ്ത് വന്നത് തീരെ ശരിയായിട്ടില്ല. പക്ഷേ സൗബിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണെന്ന് ചോദിച്ചാൽ യെസ് ആണ്. ഒരു കഴിവുള്ള ഒരാൾക്ക് ചെയ്യാനുള്ള ക്യാരക്ടറിനുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാരക്ടർ സൗബിനി ചെയ്ത് വെച്ച് തീരെ റെഡി ആയിട്ടില്ല. പിന്നെ ആമിർ ഖാൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ആമിർ ഖാൻ ഒന്നാമത് ഇതിലാകെ 5 മിനിറ്റ് തയ്ച്ചില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആമിർ ഖാൻ ഇതിൽ ഡോണാണ്. എന്നിട്ട് ഈ ഡോൺ വന്നിട്ട് ഇങ്ങനെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട്, ഇത് സിനിമ ചെയ്യാനായിക്കണം വണ്ടറക്കാൻ. എന്നിട്ട് ഇത് മൂപ്പരാൾ വന്നിട്ട് ഇങ്ങനെ, നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, ഇപ്പം ഈ മൂവീസൊക്കെ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരു തോക്കിൽ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു ഒരു ബട്ടൺ ഉണ്ടാവും. അതായത് ഇപ്പം നമ്മളൊരു തോക്ക്, ഒരു ഗണ്ണ് നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ ഇടുമ്പോൾ നമ്മളെ ട്രിഗർ ചെയ്യണ ഒരു ഇതുണ്ടല്ലോ, വെട്ടിയൊക്കെ നമ്മൾ അമർത്തുന്ന സാധനമല്ലേ. ആ സാധനം അറിയാതെ എവിടെയെങ്കിലും ഇപ്പം നമ്മൾ ചിലപ്പോൾ പോക്കറ്റിൽ എന്തെങ്കിലും തോക്കിട്ട് വെക്കുമ്പോൾ അത് അറിയാതെ ട്രിഗർ ആയി ഇടുന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് നേരെ നമ്മളെ കാലുവെക്ക് കയറും. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടി സേഫ്റ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അത് കുറേ കാലമായിട്ടുള്ള തോക്കുകളിലൊക്കെ ഉണ്ട് ഇത് വണ്ടടക്കി. അപ്പം ഇത് ഈ ഡോണിനെ അറിയില്ല. ഡോണ് തോക്കുന്നെ കണ്ടിട്ടില്ല. അത് ആര്? ആമിർ ഖാൻ. എന്നാൽ ദോഹ എങ്ങനത്തെ ക്യാരക്ടറിൻ്റെ പേര്. എന്നിട്ട് ഈ മൊണ്ണ വന്നിട്ട് ഇതിൽ കുറേ ആൾക്കാർ ഇങ്ങനെ വെടിയൊക്കെ അങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു ബാബുരാജും കുറച്ച് ആൾക്കാർ ഇങ്ങനെ വെടി കൊള്ളാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ബാബുരാജ് സിനിമേൻ്റെ ഫസ്റ്റ് ഇവരെ നാഗാർജുനായിട്ട് ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് ബാബുരാജും ഗ്യാങ്ങും പിന്നെ ക്ലൈമാക്സിലാണ് പോകുന്നത്. ഇത് ആമിർ ഖാനൊക്കെ എന്താ അഭിനയിച്ച പ്രശ്നം എന്നുള്ള എനിക്കറിയില്ല, പക്ഷെ ആമിർ ഖാനാണ് കൊല്ലണത് എന്ന സംശയം നിന്നോട് ചോദിക്കരുത്, എന്താ സംഭവം ഒന്നും അറിയില്ല. അപ്പോൾ ഇത് സ്പോയിലർ ഒന്നല്ല കേട്ടോ, സ്പോയിലർ ചെയ്യാനൊന്നും ഇല്ല വേറെ. എന്നിട്ട് ഇത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്ന് ഇങ്ങനെ ബാബുരാജ് ഇവർ നിൽക്കുക. എന്നിട്ട് ആമിർ ഖാൻ ഇങ്ങനെ വെട്ടിയൊക്കെ തോക്ക് നിങ്ങൂല, വെടി പൊട്ടൂല. ആമിർ ഖാൻ ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. അതെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ഒരു ഡോണും കൂടി ഇല്ലാത്തൊരു സാധാ ആളെന്തോ ഗണ്ണിന് ഡീലർ എന്തോ ആണെന്ന് തോന്നണം. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം ഏത് ഡോണിന് വന്നിട്ട് ഈ ബട്ടൺ ഓൺ ആക്കണം, എന്നാലേ വെടി പൊട്ടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരു സേഫ്റ്റി ബട്ടൺ ഒന്ന് തിരിച്ചു കൊടുക്കും. അപ്പോൾ ആമിർ ഖാൻ സേഫ്റ്റി, ഇതാണ് ആമിർ ഖാൻ അതിൽ ചെയ്തത്. ഇത് ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ആമിർ ഖാൻ ഇത് കറക്റ്റായിട്ട് ഇതാണ് ചെയ്തത്. ആമിർ ഖാൻ ഇടയ്ക്ക് ഇങ്ങനെ ആക്കുമ്പോൾ ഉണ്ടാ എവിടെ എത്താത്തൊരു കാര്യം. ഞാൻ പിന്നെ ഒരു സാധനം പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്തൊക്കെയാ കാണിക്കണത്, എന്തും കാണിക്കാത്ത ഒരു പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ അങ്ങനെ ആകെ പണിയെടുത്ത ഒരാൾ അനിരുദ്ധാണ്. കേട്ടില്ല മ്യൂസിക്. ഈ ഒരു സിനിമ 3 മണിക്കൂർ ഞാൻ വലിയ ചിരിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് വലിയ സീരിയസ് ആയി ചെയ്ത് വെച്ചത് കോമഡി ആയതുകൊണ്ട് കുറച്ചൊക്കെ ചിരിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഇതിങ്ങനെ പോണ സമയത്ത് ചില സമയത്ത് പടച്ചു വിട്ടിട്ടുള്ള സാധനങ്ങളുണ്ട്. അതേപോലെ തന്നെ ആമിർ ഖാൻ്റെ ബാക്കിൽ രജനീകാന്ത് ഫ്രണ്ടിലായിട്ട് നടന്നു വരുന്നൊരു സീനുണ്ട്. കേട്ടില്ല മ്യൂസിക് എന്ന ടൈമിൽ വേണം പടച്ചണ്ട് വിട്ടിട്ടുണ്ട്, മനസ്സിലായില്ല. അതേപോലെ തന്നെ സിനിമ തുടങ്ങി, സിനിമ എങ്ങോട്ടാ പോകണമെന്നുള്ളത്, എങ്ങോട്ടാ പോയി അവസാനിച്ചെന്നുള്ള എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒന്നിനൊരു കാരണമില്ല, ഒരു മോട്ടീവ് ഇല്ല, അങ്ങനെ പോണ്. അതേപോലെ തന്നെ ഞാൻ സൗബിന് നല്ല രീതിയിൽ മിസ്കാസ്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇത് ഞാൻ ചിലവർക്കൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് തോന്നി, എനിക്ക് എന്തോ അത് സൗബിന് ചെയ്തിട്ട് റെഡി ആവണില്ല അത് ആ ഒരു ക്യാരക്ടർ. പിന്നെ ഇതിൽ പിന്നെ ഇതിൽ ഞാനെന്താണ് പിന്നെ പറഞ്ഞ സ്പോയിലറാവും, അത് ഉണ്ടാത്ത പിന്നെ അത് പറഞ്ഞ സ്പോയിലറാവും. പിന്നെ കട്ടപ്പൻ്റെ പ്രശ്നം എന്തെന്ന് ആർക്കും അറിയില്ല. കട്ടപ്പ എന്തൊക്കെയോ ആൾക്കാർ ഉരിച്ച് കളയാനുള്ള കസാല അത് ഇത് മൂപ്പുകൾ അങ്ങനെ ആ ഒരു വഴിക്ക് പോകണം. അങ്ങനെ പോകണം കുറേ കഥാപാത്രങ്ങൾ. ആമിർ ഖാൻ പക്ക വേസ്റ്റ്. ആമിർ ഖാനെ കൊണ്ടുവന്ന എന്തിനാന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഇത് പാൻ ഇന്ത്യൻ ആക്കണമല്ല, എന്തായാലും ക്വാളിറ്റി വെച്ച് പാൻ ഇന്ത്യൻ ആവില്ല. പിന്നെ ഇങ്ങനെ പാൻ ഇന്ത്യൻ ആവുക, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പല ഓരോ നടന്മാരെ കൊണ്ടുവരാം.
പിന്നെ അമീർ ഖാനെ ഇങ്ങനെ കുറേ ഇപ്പോൾ ഒരു അരമണിക്കൂർ 3/4 ഡ്യൂറേഷനിലൊക്കെ അമീർ ഖാനെ കൊണ്ടുവരുമ്പോൾ ആ സിനിമൻ്റെ ആ കൂലി സിനിമൻ്റെ ബഡ്ജറ്റ് അമീർ ഖാൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് മുപ്പുള്ള കിട്ടുള്ളൂ. പിന്നെ അമീർ ഖാൻ തന്നെ പറഞ്ഞല്ലോ സ്റ്റേജിൽ കയറിയിട്ട്, പിന്നെ രജനികാന്തിൻ്റെ പടം ആയപ്പോൾ തന്നെ ഞാൻ യെസ് പറഞ്ഞ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല എന്ന്. ഞാൻ അങ്ങനെ പറ്റിയാണോ എന്നുള്ള അറിയില്ല. അങ്ങനെ അപ്പം പാനിന്തിനാക്കാൻ വേണ്ടി കുറച്ച് ഒരു വലിയ നടനും കൂടെ വേണമല്ലോ. അപ്പം ഇങ്ങനെ വന്ന് അമീർ ഖാനെ കൊണ്ടുവന്ന് അതാക്കി പാനിന്തിനായി. എന്താ ഇപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇതിനൊക്കെ ഒരു ആവശ്യം വേണ്ടേ? ഒരു നടനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ആവശ്യം വേണ്ടേ? വേണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്തായാലും. പിന്നെ എനിക്ക് സിനിമയെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നോക്കണോ ഒക്കെ കണക്ക് തന്നെ ഇരുന്ന് ഞാനുള്ളത് ഇതിൽ പല കളി കളിക്കുന്ന സിനിമയിൽ പക്ഷെ ഒന്നും ചെയ്തില്ല. അതാണ് എനിക്ക് സങ്കടമായി പോയത്. എന്നിട്ട് അയ്യോ ഒരു സാധനം എനിക്ക് നല്ല രീതിയിൽ പറയാനുണ്ട് എനിക്ക് അത്, പക്ഷെ സ്പോയിലറായി പോകും. പിന്നെ അതുപോലെ തന്നെ ഇമോഷണലി തീരെ കണക്ഷനും ഇല്ല സിനിമയിൽ. ഇമോഷണൽ സാധനം നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തോന്നണ്ടേ? അതില്ല ഇതിൽ, മനസ്സിലായില്ല. അപ്പം അങ്ങനെ പോയൊരു പടം എനിക്ക് പേഴ്സണലി ഞാൻ ഒരു കാര്യം പറയും, എനിക്ക് ഈ സിനിമ തീരെ ഇഷ്ടമായിട്ടില്ല. ആകെ എനിക്ക് പിന്നെയും കണ്ടിരിക്കാൻ തോന്നിയത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കുകളുണ്ടാകും. പിന്നെ എനിക്ക് ഇരുന്ന് കാണാൻ തോന്നിയത്. പിന്നെ പല ഭാഗങ്ങളിലും ബോറടിനെ രക്ഷിച്ചതും അനിരുദ്ധിൻ്റെ BGM തന്നെയാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ ഒന്നുമില്ല. കുറേ രജനീകാന്തിൻ്റെ കുറേ സ്ലോ മോഷൻ എടുക്കാനായിട്ട് കുറേ പൈസ മുടക്കി ഒരു പടം കൂലി. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടോക്സ് സൈനിങ് ഔട്ട്.